ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തിങ്കിങ് ഗ്യാപ്പ്. തിങ്കിങ് ഗ്യാപ്പിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത് ലെക്ചർ ഇൻ പോളിടെക്നിക് കമ്പ്യൂട്ടർ സയൻസിലെ സോഫ്റ്റ്വെയറിൽ നിന്ന് ചോദിക്കാവുന്ന സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡൽസിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് MCQs ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കധികം സമയം കളയേണ്ട, നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ബിൽഡ് ആൻഡ് ഫിക്സ് മോഡൽ ഈസ് സ്യൂട്ടബിൾ ഫോർ പ്രോഗ്രാമിംഗ് എക്സർസൈസ് ഓഫ് ഡാഷ് LOC. LOC മീൻസ് ലൈൻ ഓഫ് കോഡ്. ഓപ്ഷൻ എ പറയുന്നത് 100 to 200, ഓപ്ഷൻ ബി പറയുന്നത് 200 to 400, ഓപ്ഷൻ സി പറയുന്നത് 400 to 1000 ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് എബവ് 1000. അപ്പോൾ ബിൽഡ് ആൻഡ് ഫിക്സ് മോഡൽ ഈസ് സ്യൂട്ടബിൾ ഫോർ ദ പ്രോഗ്രാമിംഗ് എക്സർസൈസ് ഓഫ് ഡാഷ് ലൈൻ ഓഫ് കോഡ്. ആൻസർ ഈസ് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് 100 to 200. അപ്പോൾ ബിൽഡ് ആൻഡ് ഫിക്സ് മോഡൽ സ്യൂട്ടബിൾ ഫോർ സ്മോൾ പ്രോജക്ട്സ് ആൻഡ് പ്രോഗ്രാമിംഗ് എക്സസൈസ് ഓഫ് 100 or 200 ലൈൻസ്. അപ്പോൾ ബിൽഡ് ആൻഡ് ഫിക്സ് മോഡൽ എന്ന് പറയുന്നത് സ്യൂട്ടബിൾ ഫോർ സ്മോൾ പ്രോജക്ട്സ് ആൻഡ് പ്രോഗ്രാമിംഗ് എക്സസൈസ് ഓഫ് 100 or 200 ലൈൻസ്. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് RAD സ്റ്റാൻഡ്സ് ഫോർ. ഓപ്ഷൻ എ പറയുന്നു റിലേറ്റീവ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ ബി പറയുന്നു റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ സി പറയുന്നു റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡോക്യുമെൻറ്റ് ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു നൺ ഓഫ് ദ മെൻഷൻ. ഇപ്പോൾ RAD സ്റ്റാൻഡ്സ് ഫോർ, ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് R സ്റ്റാൻഡ്സ് ഫോർ റാപ്പിഡ് and A stands for application and D stands for development. So answer is option B, that is rapid application development. RAD stands for rapid application development. Next question, which one of the following model is not suitable for accommodating any change? Which one of the following model is not suitable for accommodating any change? ഓപ്ഷൻ എ പറയുന്നു ബിൽഡ് ആൻഡ് ഫിക്സ് മോഡൽ, ഓപ്ഷൻ ബി പറയുന്നു പ്രോട്ടോടൈപ്പിംഗ് മോഡൽ, ഓപ്ഷൻ സി പറയുന്നു റാഡ് മോഡൽ ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു വാട്ടർഫോൾ മോഡൽ. അപ്പോൾ ഏത് മോഡലാണ് നോട്ട് സ്യൂട്ടബിൾ ഫോർ അക്കോമഡേറ്റിംഗ് എനി ചേഞ്ച്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് വാട്ടർഫോൾ മോഡൽ. അപ്പോൾ റിയൽ പ്രോജക്ട്സ് റെയർലി ഫോളോ ദ സീക്വൻഷ്യൽ ഫ്ലോ ദാറ്റ് ദ വാട്ടർഫോൾ മോഡൽ പ്രൊപ്പോസസ്. ഓക്കെ, അപ്പോൾ റിയൽ പ്രൊജക്ട്സ് റെയർലി ഫോളോ ദ സീക്വൻഷ്യൽ ഫ്ലോ ദാറ്റ് ദ വാട്ടർഫോൾ മോഡൽ പ്രൊപ്പോസസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഈസ് നോട്ട് വൺ ഓഫ് ദ ടൈപ്സ് ഓഫ് പ്രോട്ടോടൈപ്പിംഗ് മോഡൽസ്? ഓപ്ഷൻ എ പറയുന്നു ഹൊറിസോണ്ടൽ പ്രോട്ടോടൈപ്പ്, ഓപ്ഷൻ ബി പറയുന്നു വെർട്ടിക്കൽ പ്രോട്ടോടൈപ്പ്, ഓപ്ഷൻ സി പറയുന്നു ഡയഗണൽ പ്രോട്ടോടൈപ്പ് ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു ഡൊമൈൻ പ്രോട്ടോടൈപ്പ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, വിച്ച് ഈസ് നോട്ട് വൺ ഓഫ് ദ ടൈപ്പ് ഓഫ് പ്രോട്ടോടൈപ്പിംഗ് മോഡൽ? ആൻസർ ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ഡയഗണൽ പ്രോട്ടോടൈപ്പ്. ഓപ്ഷൻ സി ഡയഗണൽ പ്രോട്ടോടൈപ്പ്. അപ്പോൾ ദർ ഈസ് നോ such thing as diagonal prototype, whereas other options have their respective definition. So there is no such thing as diagonal prototype, whereas other options have their respective definitions. Next question പറയുന്നത് which one of the following is not a phase of prototyping model? Which one of the following is not a phase of prototyping model? ഓപ്ഷൻ എ പറയുന്നു ക്വിക്ക് ഡിസൈൻ, ഓപ്ഷൻ ബി പറയുന്നു കോഡിംഗ്, ഓപ്ഷൻ സി പറയുന്നു പ്രോട്ടോടൈപ്പ് റിഫൈൻമെൻറ്റ് ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു എൻജിനീയർ പ്രോഡക്റ്റ്. അപ്പോൾ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫേസ് ഓഫ് പ്രോട്ടോടൈപ്പിംഗ് മോഡൽ? ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് കോഡിംഗ്. അപ്പോൾ എ പ്രോട്ടോടൈപ്പിംഗ് മോഡൽ ജനറേറ്റ്സ് ഓൺലി എ വർക്കിംഗ് മോഡൽ ഓഫ് എ സിസ്റ്റം. അപ്പോൾ എ പ്രോട്ടോടൈപ്പിംഗ് മോഡൽ ജനറേറ്റ്സ് ഓൺലി എ വർക്കിംഗ് മോഡൽ ഓഫ് എ സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റാഡ് മോഡൽ ഹാസ്. ഓപ്ഷൻ എ പറയുന്നു 2 phases, ഓപ്ഷൻ ബി പറയുന്നു 3 phases, ഓപ്ഷൻ സി പറയുന്നു 5 phases ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു 6 phases. അപ്പോൾ റാഡ് മോഡൽ ഹാസ് 2 phase ആണോ, 3 phase, 5 phase, 6 phase? ആൻസർ ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് 5 phases. അപ്പോൾ റാഡ് മോഡലിന് എത്ര ഫേസസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഈസ് 5 phases. അപ്പോൾ റാം മോഡൽ കൺസിസ്റ്റ് ഓഫ് 5 phases. ആ ഫേസസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് മോഡലിംഗ്, ഡാറ്റ മോഡലിംഗ്, പ്രോസസ് മോഡലിംഗ്,
ആപ്ലിക്കേഷൻ ജനറേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ആൻഡ് ടേൺ ഓവർ. ഇപ്പോൾ റാഡ് മോഡൽ കൺസിസ്റ്റ് ഓഫ് 5 phases. ആ ഫേസസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് മോഡലിംഗ്, ഡേറ്റ മോഡലിംഗ്, പ്രോസസ് മോഡലിംഗ്, ആപ്ലിക്കേഷൻ ജനറേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ആൻഡ് ടേൺ ഓവർ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് SDLC സ്റ്റാൻഡ്സ് ഫോർ. ഓപ്ഷൻ എ പറയുന്നു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ, ഓപ്ഷൻ ബി പറയുന്നു സിസ്റ്റം ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ, ഓപ്ഷൻ സി പറയുന്നു സോഫ്റ്റ്വെയർ ഡിസൈൻ ലൈഫ് സൈക്കിൾ, ഓപ്ഷൻ ഡി പറയുന്നു സിസ്റ്റം ഡിസൈൻ ലൈഫ് സൈക്കിൾ. SDLC stands for, answer is option A, that is software development life cycle. Software development life cycle. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നു which model can be selected if user is involved in all the phases of SDLC. SDLC is software development life cycle. Okay, which model can be selected if user is involved in all the phases of SDLC? Option A പറയുന്നു waterfall model, ഓപ്ഷൻ ബി പറയുന്നു പ്രോട്ടോടൈപ്പിംഗ് മോഡൽ, ഓപ്ഷൻ സി പറയുന്നു റാഡ് മോഡൽ ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു ബോത്ത് പ്രോട്ടോടൈപ്പിംഗ് മോഡൽ ആൻഡ് റാഡ് മോഡൽ. അപ്പോൾ വിച്ച് മോഡൽ ക്യാൻ ബി സെലക്റ്റഡ് ഇഫ് യൂസർ ഈസ് ഇൻവോൾവ്ഡ് ഇൻ ഓൾ ദ ഫേസസ് ഓഫ് SDLC? ആൻസർ ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് റാഡ് മോഡൽ. ആൻസർ ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് റാഡ് മോഡൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ സ്പൈറൽ മോഡൽ വാസ് ഒറിജിനലി പ്രപ്പോസ്ഡ് ബൈ. ഓപ്ഷൻ എ പറയുന്നു IBM, ഓപ്ഷൻ ബി പറയുന്നു ബേറി ബോഹം, ഓപ്ഷൻ സി പറയുന്നു പ്രസ്മാൻ, ഓപ്ഷൻ ഡി പറയുന്നു റോയ്സ്. അപ്പോൾ ദ സ്പൈറൽ മോഡൽ വാസ് ഒറിജിനലി പ്രപ്പോസ്ഡ് ബൈ, ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് ബേറി ബോഹം. ഓപ്ഷൻ ബി, ബേറി ബോഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the spiral model has 2 dimensions, namely dash and dash. ഓപ്ഷൻ എ പറയുന്നു ഡയഗണൽ കോമ ആൻഗുലർ, ഓപ്ഷൻ ബി പറയുന്നു റേഡിയൽ കോമ പെർപെൻഡിക്കുലർ, ഓപ്ഷൻ സി പറയുന്നു റേഡിയൽ കോമ ആംഗുലർ, ഓപ്ഷൻ ഡി പറയുന്നു ഡയഗണൽ കോമ പെർപെൻഡിക്കുലർ. The spiral model has 2 dimensions, namely, answer is option C, that is radial and angular. Radial and angular. അപ്പോൾ the radial dimension of the model represent the cumulative cost and the angular dimension represent the progress made in completing each cycle. Each loop of the spiral from x-axis clockwise through 360 represent one phase. Okay, but the radial dimension of the model represents the cumulative cost and the angular dimensions represent the progress made in completing each cycle. Each loop of the spiral from x-axis clockwise through 360 represent one phase. അപ്പോൾ ഇന്നത്തെ ഈ ഇമ്പോർട്ടൻ്റ് MCQs നമ്മൾ സോഫ്റ്റ്വെയർ ടോപ്പിക്കിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് MCQs ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അടുത്ത ഇമ്പോർട്ടൻ്റ് MCQs നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഓരോ കമൻറ്റും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്, അപ്പോൾ കമൻറ്റും ചെയ്യുക. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു MCQമായി വരുന്നവരേക്കും ഗുഡ് ബൈ.